ഇനി നമുക്ക് നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തിലെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 39-ാം വാക്യത്തിലെ ആദ്യത്തെ ഭാഗം. തിരുമനസ്സിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വം ഉയർന്നു വരും. ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷം മേദ്യ പാർസ്യ സാമ്രാജ്യം ഉയർന്നു വരുമെന്ന് ദാനിയേൽ തുടർന്ന് നെബൂഖദ്നേസർ രാജാവിനെ അറിയിക്കുകയാണ്. വെള്ളി കൊണ്ടുള്ള 2 കൈകൾ 2 രാജ്യത്വങ്ങളെയാണ് കാണിക്കുന്നത്. അതായത് ഒന്ന് മേദ്യ രാജ്യവും ഒന്ന് പാർസ്യ രാജ്യവും. അപ്പോൾ മേദ്യ പാർസ്യ സാമ്രാജ്യം എന്ന് പറയുന്നത് ഒരു സാമ്രാജ്യമായിട്ട് അത് അറിയപ്പെടുന്നുവെങ്കിലും അത് സ്വതന്ത്രമായ ഭരണാധികാരങ്ങളുണ്ടായിരുന്ന 2 സാമ്രാജ്യങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ അവരുടെ ഒരു സംയുക്തമായ ഒരു ഫെഡറേഷൻ ഉണ്ടായിരുന്നു, സംയുക്തമായ ഒരു യൂണിയൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ സാമ്രാജ്യത്തെ മേദ്യ പാർസ്യ സാമ്രാജ്യം എന്ന് ഒരുമിച്ച് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു ഭരണഘടനാപരമായ സാമ്രാജ്യമായിരുന്നു. അതുകൊണ്ട് ബാബിലോണിനെ പോലെ അല്ലെങ്കിൽ നെബൂഖദ്നേസറിനെ പോലെ ശക്തമായിട്ടുള്ളൊരു സാമ്രാജ്യം ആയിരുന്നില്ല. ബാബിലോൺ, ലൂദിയ, ഈജിപ്റ്റ്, മേദ്യ എന്നിവ അക്കാലത്തെ മധ്യപൂർവ്വദേശത്തെ വലിയ രാജ്യങ്ങൾ ആയിരുന്നു. മേദ്യ രാജ്യത്തെ മാത്രമായി വലിപ്പം കൊണ്ട് ഒരു സാമ്രാജ്യമായി കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് മേദ്യ സാമ്രാജ്യമെന്നും വിളിക്കുന്നത് അതുകൊണ്ടാണ്. 911 മുതൽ 609 BC വരെ മേദ്യരും ബാബിലോണിയരും അശൂർ സാമ്രാജ്യത്തിന് കപ്പം കൊടുത്തിരുന്ന ആശ്രിത രാജ്യങ്ങളായിരുന്നു. എന്നാൽ അശൂർ സാമ്രാജ്യം ദുർബലമാകുവാൻ തുടങ്ങിയപ്പോൾ അവർ കപ്പം നൽകുന്നത് നിർത്തുകയും 612 BC-യിൽ മേദ്യർ നിനവേ പട്ടണം പിടിച്ചെടുക്കുകയും ചെയ്തു. അശൂരിൽ നിന്നും ആ പട്ടണം മേദ്യർ പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷം മേദ്യ സാമ്രാജ്യം വളർന്നു. അവരുടെ സാമ്രാജ്യം വടക്ക് ബ്ലാക്ക് സീ, കാസ്പിയൻ സീ എന്നീ സമുദ്രങ്ങൾ വരെയും, തെക്ക് പാർസ്യ രാജ്യം, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ വരെയും, കിഴക്ക് സിന്ധു നദീതടം വരെയും, പടിഞ്ഞാറ് ബാബിലോൺ, ലൂദിയ എന്നീ രാജ്യങ്ങളുടെ അതിർ വരെയും വിസ്തൃതം ആയിരുന്നു. പാർസ്യ അത് മറ്റൊരു രാജ്യമായിരുന്നു, മറ്റൊരു സാമ്രാജ്യമായിരുന്നു. പറഞ്ഞാൽ തുടക്കത്തിൽ അതൊരു സാമ്രാജ്യം തന്നെ ആയിരുന്നില്ല, ഒരു ചെറിയൊരു ഗോത്രവർഗം മാത്രമേ ആയിരുന്നുള്ളൂ. പാർസ്യ 539 മുതൽ 331 BC വരെ ശോഭിച്ചിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു. പിന്നീട് വളർന്നു വന്നപ്പോൾ അതങ്ങനെ ശോഭിച്ചിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 536 കോരശ് എന്ന രാജാവാണ് പാർസ്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് തന്നെ. യഹൂദന്മാർക്ക് പ്രവാസത്തിൽ നിന്നും തിരികെ പോയി യെരുശലേമിനെയും ദേവാലയത്തെയും പുതുക്കിപ്പണിയുവാനുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച രാജാവാണ് നമ്മളിപ്പോൾ പറഞ്ഞ കോരശ് രാജാവ്. അങ്ങനെയാണ് അദ്ദേഹം വേദപുസ്തകത്തിൽ പ്രസിദ്ധനായിരിക്കുന്നത്. മേദ്യ രാജ്യത്തിൻ്റെ ഘടകമായ ഇറാനിലെ 6 ഗോത്രവർഗക്കാരിൽ ഒരു ഗോത്രവർഗമായിരുന്നു പാർസ്യ എന്ന് പറയുന്നത്. വെറും ഒരു ഗോത്രവർഗം മാത്രമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അശൂരും അങ്ങനെ തന്നെയായിരുന്നു തുടക്കത്തിൽ, മേദ്യരും അങ്ങനെ തന്നെയായിരുന്നു തുടക്കത്തിൽ. അങ്ങനെ ഇപ്പോൾ പുരാതനമായിട്ടുള്ള ഈ സാമ്രാജ്യങ്ങളെല്ലാം വളരെ ചെറിയ സ്ഥലത്തെ ചെറിയൊരു ഗോത്രവർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ചെറിയൊരു സിറ്റി സ്റ്റേറ്റിൽ നിന്നും ഒരു പട്ടണത്തിൽ നിന്നും ഉയർന്നു വന്നതാണ്. ഈ പാർസ്യ സാമ്രാജ്യം അങ്ങനെയായിരുന്നു. അവർ ഒരു ചെറിയ ഗോത്രവർഗം ആയിരുന്നു. ഞാൻ പറഞ്ഞ ഇറാനിലെ 6 ഗോത്രവർഗക്കാരിൽ ഒരു ചെറിയ ഗോത്രവർഗമായിരുന്നു പാർസ്യ. ഈ ഗോത്രവർഗത്തിൻ്റെ രാജാവായിട്ട് കോരശ് വന്നപ്പോൾ കാര്യങ്ങൾക്ക് ഒത്തിരി വ്യത്യാസം വന്നു. ഇവർ ആദ്യം മേദ്യ രാജ്യത്തിന് കപ്പം കൊടുക്കുന്ന ഒരു ഗോത്രവർഗമായിരുന്നു. എന്നാൽ 559 BC-യിൽ കോരശ് രാജാവ് ഈ ഗോത്രവർഗത്തിൻ്റെ അധികാരത്തിൽ വരികയും അദ്ദേഹം മറ്റ് ഗോത്രവർഗങ്ങളെ കൂട്ടിച്ചേർക്കുകയും BC 553-ൽ അദ്ദേഹം മേദ്യ രാജ്യത്തിനെതിരെ കലാപമുണ്ടാക്കുകയും ചെയ്തു. ഈ കലാപത്തിൽ കോരശ് ജയിച്ചു. ഈ കോരശിൻ്റെ അമ്മ മേദ്യ രാജ്യത്തുള്ളതായിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മയുടെ അപ്പൻ അസ്റ്റി ആഗസ് എന്ന് പറയുന്നത് മേദ്യയിലെ രാജാവായിരുന്നു. കോരശ് മേദ്യക്കെതിരെ കലാപം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വല്യപ്പച്ചനായ അസ്റ്റി ആഗസ് ഈ കലാപത്തെ അടിച്ചമർത്തുവാൻ ഒരു പട്ടാളത്തെ അവിടേക്ക് അയച്ചു. എന്നാൽ പട്ടാള മേധാവിയായിരുന്ന ഹർപ്പഗസ്
കൂറുമാറി കോരശിനോടൊപ്പം ചേർന്നു. അങ്ങനെ കോരശ് യുദ്ധത്തിൽ ജയിച്ചു, മേദ്യർ പരാജയപ്പെട്ടു. അങ്ങനെ പാഴ്സ്യ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ മേദ്യ രാജ്യത്തെ 550 BC-യിൽ പിടിച്ചടക്കി. കോരശും കൂട്ടരും മേദ്യ രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളെയും അവരുടെ നിയന്ത്രണത്തിൽ ആക്കി. അങ്ങനെ ആണ് യഹൂദ്യ ദേശവും ഒക്കെ ഇവരുടെ നിയന്ത്രണത്തിലേക്ക് വരുന്നത്. ഏകദേശം ഇങ്ങനെയാണ് മേദ്യ പാഴ്സ്യ സാമ്രാജ്യം ഉടലെടുക്കുന്നത്. എന്നാൽ മേദ്യയിലെ ജനങ്ങൾ കോരശിനെ ഒരു വിദേശിയായി തന്നെ കണ്ടു. ഞാൻ പറഞ്ഞതുപോലെ അതൊരു മേദ്യ പാഴ്സ്യ എന്ന് പറയുന്നതൊരു ഫെഡറേഷനായിരുന്നു. അത് സ്വതന്ത്രമായ ഭരണ സംവിധാനമുള്ള 2 രാജ്യങ്ങൾ ആയിരുന്നു. എന്നാൽ ഒരുമിച്ച് ഒരു സാമ്രാജ്യമായി തന്നെ പിന്നീട് നിലനിന്നു. അങ്ങനെ മേദ്യർ പാഴ്സ്യയുടെ അധികാരത്തിന് കീഴിലായി. കോരശ് മേദ്യ പാഴ്സ്യ സാമ്രാജ്യത്തെ വിശാലമാക്കി. കോരശിൻ്റെ നേതൃത്വത്തിൽ വന്നപ്പോഴേക്കും ഈ സാമ്രാജ്യത്തെ കുറച്ചുകൂടെ വിശാലമാക്കി. കോരശ് 546 BC-യിൽ ലൂദിയ പിടിച്ചടക്കി. ലൂദിയ വന്ന് വലിയൊരു രാജ്യമാണ്. ലൂദിയെ പിടിച്ചടക്കി. പിന്നീട് ഫെനീഷ്യ, മധ്യ ഇറാൻ പ്രദേശങ്ങൾ എന്നിവ അദ്ദേഹം കീഴടക്കി. 539 BC-യിൽ ബാബിലോണും പിടിച്ചടക്കി. അദ്ദേഹത്തിൻ്റെ മകൻ കംബീസസ് 525 BC-യിൽ ഈജിപ്റ്റ്, ലിബിയ എന്നീ രാജ്യങ്ങളും പിടിച്ചടക്കി. അങ്ങനെ മേദ്യ പാഴ്സ്യ സാമ്രാജ്യം പശ്ചിമ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായി മാറി. അതിൻ്റെ ഉന്നതിയിൽ മേദ്യ പാഴ്സ്യ സാമ്രാജ്യം 30 ലക്ഷം ചതുരശ്ര മൈൽ വിസ്തൃതി ഉള്ളത് ആയിരുന്നു. അതിൻ്റെ വിസ്തൃതിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ രാജ്യത്തിൻ്റെ വിസ്തൃതിയുമായി ഒന്ന് തുലനം ചെയ്ത് ഒരു കമ്പയർ ചെയ്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിതിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ രാജ്യം ഇന്ത്യ ഇന്ന് 12.5 ലക്ഷം ചതുരശ്ര മൈൽ ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. കൃത്യമായിരിക്കണമെന്നില്ല എൻ്റെ ഒരു അറിവ്. ഏകദേശം ഇത്രയും തന്നെയാണ് ഇന്ത്യയുടെ വലിപ്പം. ഇന്ന് 12.5 ലക്ഷം ചതുരശ്ര മൈൽ വലിപ്പമുണ്ട്. എന്നാൽ മേദ്യ സാമ്രാജ്യമാകട്ടെ അന്ന് 30 ലക്ഷം ചതുരശ്ര മൈൽ വിസ്തൃതി ഉള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഇന്ത്യയേക്കാൾ ഇരട്ടിയിലധികം വലുപ്പമുള്ളതായിരുന്നു അന്നത്തെ മേദ്യ സാമ്രാജ്യം. ഇതിൻ്റെ വലുപ്പം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് വിവരങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആധുനിക രാജ്യങ്ങളായ ഇറാൻ, തുർക്കി, മധ്യ ഏഷ്യൻ രാജ്യങ്ങൾ, പാകിസ്ഥാൻ, യൂറോപ്പിലെ തെക്ക് കിഴക്കൻ പ്രദേശമായ ത്രേസ്, മാസിഡോണിയ, ബ്ലാക്ക് സീയുടെ തീരപ്രദേശങ്ങൾ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, സൗദി അറേബ്യയുടെ വടക്കൻ പ്രദേശങ്ങൾ, യോർദാൻ, ഇസ്രായേൽ, ലെബനോൻ, സിറിയ, ഈജിപ്തിലെ നാഗരികതയുള്ള സ്ഥലങ്ങൾ എല്ലാം, ലിബിയയുടെ പശ്ചിമ പ്രദേശങ്ങൾ എന്നിവയെല്ലാം മേദ്യ പാഴ്സ്യ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ എത്രമാത്രം വിശാലമായിരുന്നു, എത്രമാത്രം രാജ്യങ്ങൾ, ഏതെല്ലാം രാജ്യങ്ങൾ മേദ്യ പാഴ്സ്യ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അത്ര വിശാലമായ ഒരു സാമ്രാജ്യമായിരുന്നു മേദ്യ പാഴ്സ്യ സാമ്രാജ്യം. ബാബിലോൺ സാമ്രാജ്യത്തെക്കാൾ ഇരട്ടി വലിപ്പം മേദ്യ പാഴ്സ്യ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ ശക്തി കുറവായിരുന്നു. കാരണം ഇതൊരു ഫെഡറൽ സംവിധാനം ആയിരുന്നു എന്നുള്ളതുകൊണ്ട്. എങ്കിലും അവിടെ ബാബിലോണിലെ പോലെ ഒരു ഏക ചക്രവർത്തി ഭരണം ഉണ്ടായിരുന്നില്ല. ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണല്ലോ. അതുകൊണ്ടാണ് അതിനെ വെള്ളി കൊണ്ടുള്ളതായിട്ട് സ്വപ്നത്തിൽ കാണുന്നത്. കുറച്ചുകൂടെ വില കുറഞ്ഞ, കുറച്ചുകൂടെ പ്രൗഢി കുറഞ്ഞ ഒരു സാമ്രാജ്യം എന്ന നിലയിലാണ് അതിനെ വെള്ളി കൊണ്ടുള്ള ഒരു സാമ്രാജ്യമായിട്ട് കാണുന്നത്. ഈ സാമ്രാജ്യത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരോ രാജാക്കന്മാർ മരിക്കുമ്പോൾ അടുത്ത ഏത് രാജാവായിരിക്കണമെന്ന വിഷയത്തെക്കുറിച്ച് കലാപം ഉണ്ടായിട്ട്, എന്നാൽ എപ്പോഴും വളരെ ശക്തന്മാരായിട്ടുള്ള രാജാക്കന്മാർ അധികാരത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മേദ്യ പാഴ്സ്യ സാമ്രാജ്യം 200 വർഷങ്ങൾ നിലനിന്നു. കോരശ് ഒരു ബഹുദൈവ വിശ്വാസി ആയിരുന്നു. മനുഷ്യത്വവും നിരപ്പുമുള്ള ഒരു രാജാവായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം യഹൂദന്മാർക്ക് തിരികെ പോയി ദൈവാലയം പണിയുവാനുള്ള അനുവാദം കൊടുത്തത്. എന്നാൽ കോരശ് നെബൂഖദ്നേസർ രാജാവിനെ പോലെ ശക്തനായ ഒരു രാജാവായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിവരങ്ങൾ, സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദാനിയേൽ കാണുന്ന 4 മഹാമൃഗത്തെക്കുറിച്ചുള്ള ദർശനം വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം. ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. താമ്രം കൊണ്ടുള്ള വയറും അരയും. ദാനിയേൽ 2:39 വാക്യത്തിലെ 2ാമത്തെ ഭാഗം. സർവ്വഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള 3ാമതൊരു രാജ്യത്വവും ഉത്ഭവിക്കും. നെബൂഖദ്നേസർ രാജാവ് കണ്ട ബിംബത്തിൻ്റെ വയറും അരയും താമ്രം കൊണ്ട് ഉള്ളതായിരുന്നു.
ഇത് ഗ്രീക്ക് അഥവാ യവന സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നത്. ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി മഹാനായ അലക്സാണ്ടർ ആയിരുന്നു. നമുക്ക് ആ ചരിത്രങ്ങളൊക്കെ സുപരിചിതമായ ചരിത്രങ്ങളാണ്. BC 333 നീണ്ട 10 വർഷങ്ങളുടെ ആക്രമണത്തിന് ഒടുവിലാണ് അദ്ദേഹം പേർഷ്യ BC 333 നീണ്ട 10 വർഷങ്ങളുടെ യുദ്ധത്തിൻ്റെ ഒടുവിലാണ് മേദ്യ പാഴ്സ്യ സാമ്രാജ്യത്തെ അദ്ദേഹത്തിന് കീഴടക്കുവാനായിട്ട് കഴിഞ്ഞത്. അദ്ദേഹം കീഴടക്കുന്ന സമയത്ത് പാഴ്സ്യ രാജാവായ ദാരിയാവേശായിരുന്നു രാജാവായിട്ട് ഇരുന്നത്. അലക്സാണ്ടർ മേദ്യ പാഴ്സ്യ സാമ്രാജ്യത്തെ പൂർണ്ണമായിട്ടും കീഴടക്കി. അദ്ദേഹത്തിന് 33 വയസ്സ് ആയപ്പോഴേക്കും ഏഷ്യ, വടക്ക് കിഴക്കൻ ആഫ്രിക്ക തുടങ്ങി ഇന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളെയും അദ്ദേഹം ആക്രമിച്ച് കീഴടക്കി. ഗ്രീക്ക് സാമ്രാജ്യം ഗ്രീസ് മുതൽ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ വരെ വ്യാപിച്ച് കിടന്നു. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വിജയിയായ സൈന്യാധിപൻ എന്ന ബഹുമതിയും അലക്സാണ്ടർ നേടി. അദ്ദേഹം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള പഞ്ചാബിൻ്റെ ഭാഗമായ പൗരവാസ് രാജവംശത്തെയും ആക്രമിച്ച് കീഴടക്കി എന്നതാണ് ചരിത്രം. ഇതായിരുന്നു ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ അതിർത്തി. അതിനുശേഷം ഇന്ത്യയിലെ മറ്റ് രാജ്യങ്ങളെയും മറ്റ് പ്രദേശങ്ങളെയും ആക്രമിച്ച് കീഴടക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാർ തിരികെ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. വളരെ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോകുന്നവരാണ്. അവർക്ക് പലരും രോഗങ്ങൾ വന്ന് ശാരീരികമായ ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. അവർ തിരികെ പോകാൻ ആഗ്രഹിച്ചു എന്ന് അലക്സാണ്ടർ ചക്രവർത്തി മനസ്സിലാക്കിയപ്പോൾ ഒരു കലാപം പട്ടാളക്കാർക്കിടയിൽ ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ച് അദ്ദേഹം ആക്രമണം അവിടെ കൂടെ അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം തിരികെ പോയി. എന്നാൽ അദ്ദേഹം തിരികെ പോയി കഴിഞ്ഞപ്പോൾ BC 323 അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അനേകം ആഭ്യന്തര കലാപങ്ങളും അധികാര തർക്കങ്ങളും ഉണ്ടായി. തൽഫലമായി ഗ്രീക്ക് സാമ്രാജ്യം പലതായിട്ട് വിഭജിക്കപ്പെട്ടു. നമുക്കിനി അടുത്ത 4ാമത്തെ സാമ്രാജ്യത്തിലേക്ക് വരാം. ഇരുമ്പ് കൊണ്ടുള്ള തുടയും കാലുകളും. ദാനിയേൽ 2:40 വാക്യം. 4ാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. തകർക്കുന്ന ഇരുമ്പ് പോലെ അവയെ ഒക്കെയും ഇടിച്ച് തകർത്ത് കളയും. നെബൂഖദ്നേസർ രാജാവ് കണ്ട ബിംബത്തിൻ്റെ ഇരുമ്പ് തുടയും കാലുകളും 4ാമത്തെ സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു. ഈ റോമൻ സാമ്രാജ്യം വലുപ്പത്തിൽ വളരെ വിസ്തൃതമായിരുന്നതുകൊണ്ട് അതിൻ്റെ ചരിത്രത്തിലെ ഒരു ഘട്ടത്തിൽ അതിനെ രണ്ടായി വിഭജിച്ച് കിഴക്കൻ റോമെന്നും പടിഞ്ഞാറ് റോമെന്നുമുള്ള 2 സാമ്രാജ്യങ്ങളാക്കി മാറ്റി. ഇങ്ങനെ വിഭജിക്കപ്പെട്ട 2 സാമ്രാജ്യങ്ങളെയാണ് നമ്മൾ ഇരുമ്പ് കൊണ്ടുള്ള 2 കാലുകൾ സൂചിപ്പിക്കുന്നത്. റോം എന്ന പട്ടണം 753 BC റൊമുലസ് എന്ന ഐതിഹാസിക വ്യക്തിയാണ് സ്ഥാപിച്ചത്. 509 ഈ പട്ടണം ഒരു റിപ്പബ്ലിക്കായി. അതിനുശേഷം അവർ അവരുടെ അതിരുകൾ വലുതാക്കുവാൻ, വിശാലമാക്കുവാൻ തുടങ്ങി. AD 2-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ട്രാജൻ എന്ന ചക്രവർത്തിയുടെ കാലത്ത് അതിൻ്റെ വളർച്ച ഏറ്റവും ഉന്നതിയിൽ എത്തി. അതിൻ്റെ ഉന്നതിയിൽ അതിൻ്റെ വളർച്ച എത്തിയ സമയത്ത് അതിൻ്റെ അതിരുകൾക്കുണ്ടായിരുന്ന രാജ്യങ്ങൾ ഇവയൊക്കെയാണ്: യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവയെല്ലാം റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. AD 285 ആയപ്പോൾ റോമിൽ നിന്നും ഒരു കേന്ദ്രീകൃത ഭരണം അസാധ്യമായി വന്നു. റോമിൽ നിന്നും ചില സന്ദേശങ്ങൾ, റോമിൽ നിന്നും ചക്രവർത്തിയുടെ കൽപ്പനകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചാൽ ചില സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ആഴ്ചകളും മാസങ്ങളും എടുക്കും എന്നുള്ളൊരു സ്ഥിതിയായി. അതുകൊണ്ട് തന്നെ സാമ്രാജ്യത്തെ ഒരു സ്ഥലത്ത് നിന്നും ഭരിക്കുവാൻ പ്രയാസമായി മാറി. അങ്ങനെയാണ് സാമ്രാജ്യത്തെ 2ആയി വിഭജിക്കുന്നത്. AD 284 നവംബറിൽ ഡയോക്ലിഷ്യൻ റോമിൻ്റെ പുതിയ ചക്രവർത്തി ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ നടപടി റോമൻ സാമ്രാജ്യത്തെ 2ആയി വിഭജിക്കുക ആയിരുന്നു. അദ്ദേഹം കിഴക്കൻ റോം ഭരിക്കുകയും പടിഞ്ഞാറ് റോം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന, സ്നേഹിതനായിരുന്ന റോം മാക്സിയൻ എന്ന ഒരു സൈന്യാധിപനെ കൈമാറുകയും ചെയ്തു. പടിഞ്ഞാറ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം റോമും കിഴക്കൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ബൈസാൻഡിയവും ആയിരുന്നു. ബൈസാൻഡിയത്തിൻ്റെ പേരാണ് പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നായിട്ട് മാറിയത്. ഇങ്ങനെ വിഭജിക്കപ്പെട്ട 2 റോമൻ സാമ്രാജ്യത്തെയാണ് ഇരുമ്പ് കൊണ്ടുള്ള 2 കാലുകൾ സൂചിപ്പിക്കുന്നത്. ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ ഓരോ ഭാഗവും ഓരോ ചക്രവർത്തിമാർ പ്രത്യേകമായി ഭരിക്കുമെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന
ആക്രമണത്തെ ചെറുക്കുവാൻ ഇവർ ഒരുമിച്ച് നിൽക്കുമെന്നുള്ളതായിരുന്നു അവർ തമ്മിലുള്ള ഒരു സന്ധിയും ഒരു കരാറും. അപ്പോൾ ഇത് ഒരു സാമ്രാജ്യം തന്നെയാണ്, എന്നാൽ രണ്ട് ചക്രവർത്തിമാർ രണ്ട് ഭാഗങ്ങളായിട്ട് ഭരിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ ഈ രണ്ട് സാമ്രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ വിദേശ ആക്രമണം തീർക്കും. അങ്ങനെയായിരുന്നു ആ ഭരണത്തിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞത്. പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യത്തിന് റോം എന്ന പേര് കൂടാതെ തന്നെ വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്നൊരു പേരുകൂടി ഉണ്ടായിരുന്നു. അവിടെ ക്രിസ്തീയ സഭയുടെ ഒരു സ്വാധീനമുണ്ടായ സമയത്താണ് അങ്ങനെ ഒരു പേര് കൂടെ ഉണ്ടായത്. എങ്കിലും കാലം മുന്നോട്ട് പോകും തോറും റോമൻ സാമ്രാജ്യം ക്ഷയിക്കുവാൻ തുടങ്ങി. AD 476 സെപ്റ്റംബർ 4 പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ രാജാവായ റൊമുലസ് അഗസ്റ്റീനെ ജർമാനിക് രാജാവായ ഒഡോസർ യുദ്ധത്തിൽ തോൽപ്പിച്ചു. അപ്പോൾ ജർമാനിക് എന്ന് പറയുന്ന വർഗത്തെ റോമൻ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർത്തിരുന്നില്ല. അവർ അതിർത്തിയിലുണ്ടായിരുന്ന വർഗ്ഗമാണ്. അവർ അപരിഷ്കൃതരാണ് എന്ന് റോമക്കാർ കരുതിയിരുന്നു. അവർ വലിയ സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നില്ല, ഒരു ദേശമായിരുന്നില്ല. എന്നാൽ പിന്നീട് ഈ ജർമാനിക് എന്ന് പറയുന്ന വംശത്തിൻ്റെ രാജാവായ ഒഡോസർ പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യത്തിനെ ആക്രമിച്ച് കീഴടക്കി. അതൊരു നീണ്ട ചരിത്രമാണ്. അവസാനത്തെ ചക്രവർത്തി എന്ന് പറയുന്നത് റൊമുലസ് അഗസ്റ്റസ് ആയിരുന്നു. എങ്കിലും റോമൻ സാമ്രാജ്യം അതോടുകൂടി മൊത്തമായിട്ട് അവസാനിച്ചു എന്ന് ചിന്തിക്കരുത്. അത് ഭാഗം ആയിട്ടോ അല്ലെങ്കിൽ കുറേ ആയിട്ടോ ഒക്കെ പിന്നീടും കുറേ വർഷങ്ങൾ കൂടി നിൽക്കുന്നുണ്ട്. എങ്കിലും റോമൻ സാമ്രാജ്യം, ആ വിശാലമായ സാമ്രാജ്യം അതോടുകൂടി അവസാനിക്കുകയാണ് ചെയ്തത്. പടിഞ്ഞാറ് റോമിൻ്റെ വീഴ്ചയ്ക്ക് ശേഷവും ഏകദേശം 1000 വർഷങ്ങളോളം തുടർന്നും കിഴക്കൻ റോമൻ സാമ്രാജ്യം ശക്തമായി തന്നെ നിലനിന്നു. എന്നാൽ 15-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം രാജ്യമായ ഒട്ടോമൻ സാമ്രാജ്യം കോൺസ്റ്റാന്റിനോപ്പിളെ ആക്രമിച്ച് കീഴടക്കി. AD 1453 അവർ കോൺസ്റ്റാന്റിനോപ്പിളെ പിടിച്ചടക്കി. അതിൻ്റെ പേര് മാറ്റി ഇസ്താൻബൂൾ എന്ന മറ്റൊരു പേര് അവർ നൽകി. അങ്ങനെ കിഴക്കൻ റോമൻ സാമ്രാജ്യവും അവസാനിച്ചു. രാജ്യങ്ങളെയും ജനങ്ങളെയും ക്രൂരമായി അടിച്ചമർത്തി ഭരിച്ചിരുന്നത് കൊണ്ടാണ് റോമൻ സാമ്രാജ്യത്തെ ഇരുമ്പ് കാലുകൾ പ്രതിനിധാനം ചെയ്യുന്നത്. ഇരുമ്പ് വളരെ ക്രൂരതയും കഠിനമായ ഒരു ഭരണ സംവിധാനത്തെയുമാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ദാനിയേൽ പറയുന്നത്, ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ, തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയൊക്കെയും ഇടിച്ച് തകർത്ത് കളയും. ഇനി നമുക്ക് ഈ 4 സാമ്രാജ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള ആധുനികമായ ഭരണ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കാം. ആധുനികമായ ഭരണ സംവിധാനത്തെക്കുറിച്ച് പറയുന്നത് പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണും കൊണ്ടുള്ള കാൽപാദങ്ങൾ എന്നാണ്. ദാനിയേൽ 2:41 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ അതൊരു ഭിന്ന രാജ്യത്വം ആയിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണ് കൊണ്ട് ആയിരുന്നതുപോലെ രാജ്യത്വം ഒട്ടും ബലമുള്ളതും ഉടഞ്ഞു പോകുന്നതും ആയിരിക്കും. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിൻ്റെ താല്പര്യമോ അവർ മനുഷ്യവിജയത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുക ഇല്ല. പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണും കൊണ്ടുള്ള കാൽപാദങ്ങൾ നമ്മൾ മുമ്പ് കണ്ട ഇരുമ്പ് കൊണ്ടുള്ള കാലുകളുടെ തുടർച്ച ആണ്. ഇരുമ്പും കളിമണ്ണും പരസ്പരം ചേർച്ച ഇല്ലാതെ ഇരിക്കുന്നത് പോലെ തന്നെ ആധുനികമായ ഭരണ സംവിധാനങ്ങൾ പരസ്പരം ചേർച്ചയില്ലാതെ ഇരിക്കുമെന്നാണ് ദാനിയേൽ പ്രവചിച്ച് പറഞ്ഞത്. അവയ്ക്ക് ഒരല്പം ഇരുമ്പിൻ്റെതായ ഉറപ്പുണ്ടായിരിക്കും, എന്നാൽ കളിമണ്ണിൻ്റെതായ ബലക്ഷയവും ഉണ്ടായിരിക്കും. ഈ ബിംബത്തിൻ്റെ ഈ ഭാഗത്തെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം 10 രാജാക്കന്മാർ ഈ റോമൻ സാമ്രാജ്യത്തെ വിഭജിച്ചെടുത്ത് ഭരിച്ചിരുന്നു എന്ന് പറയുന്നു. 10 പ്രധാനപ്പെട്ട രാജാക്കന്മാർ ഭരിച്ചിരുന്നു. 10 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് വിഭജിച്ചെടുത്ത് വ്യത്യസ്തങ്ങളായ 10 രാജാക്കന്മാർ ഭരിച്ചിരുന്നു എന്ന് പറയുന്നു. ചെറിയ ഭാഗങ്ങൾ ചില ആൾക്കാരും ഭരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള പാദത്തെ കാണിക്കുന്നത് ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷമുണ്ടായ ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇരുമ്പ് കൊണ്ട് പ്രതിദാനം ചെയ്യുന്ന റോമൻ സാമ്രാജ്യം കാലുകൾ കൊണ്ട് അവസാനിക്കുകയാണ്. അത് പാദത്തിലേക്ക് തുടരുന്നില്ല. പാദങ്ങൾ വ്യക്തമായും മറ്റൊരു രാഷ്ട്രീയ സംവിധാനമാണ് കാണിക്കുന്നത്. ദാനിയേൽ നൽകുന്ന വിവരണം ഇങ്ങനെയാണ്: അതൊരു ഭിന്ന രാജ്യത്വം ആയിരിക്കും. ഇത് മുമ്പുള്ളതിനെക്കാട്ടിലും വ്യത്യസ്തമായ ഒരു രാജ്യത്വമായിരിക്കും. അതുകൊണ്ട് ആ രീതിയിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അതിനെ തന്നെ വിഭജിച്ചെടുത്ത് അവിടുത്തെ സൈന്യാധിപന്മാർ ഭരിക്കുന്ന ഒരു സംവിധാനമായിരിക്കുകയില്ല. മറ്റൊരു പുതിയൊരു ഭരണ സംവിധാനമായിരിക്കുവാനായിട്ട്
ആണ് സാധ്യത കൂടുതലുള്ളത്. ദാനിയേൽ പറയുന്നത് ഇങ്ങനെയാണ്, അത് ഭിന്നരാജ്യത്വമായിരിക്കും, എങ്കിൽ ഇരുമ്പും കളിമണ്ണും ഇടകലർന്ന് കണ്ടതുപോലെ അതിന് ഇരുമ്പിനുള്ള ബലം കുറേ ഉണ്ടായിരിക്കും. ദാനിയേൽ പറയുന്നത് കാൽപാദങ്ങൾ ഒരു ഭിന്നരാജ്യത്വം ആയിരിക്കും എന്നാണ്. അതുകൊണ്ടത് റോമൻ സാമ്രാജ്യമായിരിക്കുകയില്ല. ഇതിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ തുടർച്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം ഇരുമ്പ് ഈ പാദത്തിലേക്ക് വരുന്നുണ്ട്. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു തുടർച്ച ഉണ്ടായിരിക്കും. എന്നാൽ റോമൻ സാമ്രാജ്യമായിരിക്കത്തില്ല. റോമൻ സാമ്രാജ്യത്തിൻ്റെ തന്നെ ഒരു ഡിവിഷനുമായിരിക്കുവാൻ സാധ്യത ഇല്ല. എന്നാൽ രാജാവിൻ്റെ സ്വപ്നത്തിലെ അവസാനത്തെ സംഭവം ഈ കാൽപാദങ്ങൾ വിഭിന്നമായ ഒരു രാഷ്ട്രീയ സംവിധാനമാണ് എന്നാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാമല്ലോ. ദാനിയേലിൻ്റെ ദർശനത്തിലെ നെബൂഖദ്നേസർ കണ്ട ദർശനത്തിൻ്റെ അവസാനത്തെ ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദാനിയേൽ 2:34 തിരുമനസ്സുകൊണ്ട് നോക്കി നിൽക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഈ കല്ല് സൂചിപ്പിക്കുന്നത് ദൈവരാജ്യമാണ്. ദൈവരാജ്യം ഇതുവരെയും അതിൻ്റെ പൂർണ്ണതയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഭരണ സംവിധാനം, ഈ കാൽപാദങ്ങൾ സൂചിപ്പിക്കുന്ന ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള ഭരണ സംവിധാനം ഇന്നും ഈ ലോകത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കല്ല് പറഞ്ഞു വരുന്നത് ദൈവരാജ്യത്തിൻ്റെ ആരംഭത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊരു വ്യാഖ്യാനമുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു വന്നപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ആരംഭം പ്രഖ്യാപിച്ചു. യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപനത്തോടുകൂടി ദൈവരാജ്യത്തിൻ്റെ ആരംഭം ഉണ്ടായി. എന്നാൽ യേശുക്രിസ്തു വന്നപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ, അതിൻ്റെ ആരംഭം ഉണ്ടായപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന റോമൻ സാമ്രാജ്യമാണ്. അത് ഇരുമ്പ് കാലുകൾ പ്രതിദാനം ചെയ്യുന്ന റോമൻ സാമ്രാജ്യമാണ്. അതുകൊണ്ട് അന്ന് കല്ല് വന്ന് ആ സാമ്രാജ്യത്തിന്മേൽ അടിച്ച് അത് തകർന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയത്തില്ല. റോമൻ സാമ്രാജ്യം തകർന്നത് തന്നെ വീണ്ടും അനേക വർഷങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ് ഈ കല്ല് സൂചിപ്പിക്കുന്നത് എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് കഴിയും. ഈ കല്ല് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറയുന്നു, ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നു, ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നു. ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നത് കർത്താവ് രണ്ടാമത് വരുമ്പോഴാണ്. അതുകൊണ്ട് പാതി ഇരുമ്പ് കൊണ്ടും കളിമണ്ണുമുള്ള കാൽപാദങ്ങൾ റോമൻ സാമ്രാജ്യത്തിന് ശേഷമുള്ള ലോകക്രമത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് അവസാന വാക്കായിട്ട് പറയാനായിട്ട് കഴിയും. ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന അവസാനത്തെ സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം. ഇതിനെക്കുറിച്ച് ചിലർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ സംശയങ്ങളോ ഉണ്ട്. എന്നോടും ചിലരെ വിളിച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് അല്പം വിശദമായിട്ട് പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നു. വേദപുസ്തകം പറയുന്നതനുസരിച്ച് ലോകത്തിലെ ഏറ്റവും അവസാനത്തെ സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം. അതിനുശേഷം ലോകത്തെ അടക്കി ഭരിക്കുന്ന മറ്റൊരു സാമ്രാജ്യം ഉണ്ടാകില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. ആ സാമ്രാജ്യത്തിൻ്റെ ചിലപ്പോൾ ഒരു പുനർജനനം പല രീതികളിൽ ഉണ്ടായെന്നിരിക്കാം, എന്നല്ലാതെ മറ്റൊരു സാമ്രാജ്യം ഉണ്ടാകില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. അതിൻ്റെ അർത്ഥം റോമൻ സാമ്രാജ്യം തകർന്നുവെങ്കിലും റോമൻ സാമ്രാജ്യം പൂർണ്ണമായിട്ടും ഇല്ലാതെ ആയിട്ടില്ല. അന്ന് റോമൻ സാമ്രാജ്യം ചരിത്രത്തിൽ തകർന്നു എന്ന് രേഖപ്പെടുത്തപ്പെടുന്നു. എങ്കിലും റോമൻ സാമ്രാജ്യം പൂർണ്ണമായിട്ടും ഇല്ലാതെ ആയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, റോമൻ കത്തോലിക്ക സഭ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ഓർത്തഡോക്സ് സഭകൾ കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു തുടർച്ചയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ പാരമ്പര്യമായിട്ടുള്ള വേരുകൾ ഈ പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യത്തിലും കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിലുമാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ എന്നീ പറയുന്ന രാജ്യങ്ങൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ നിയമപരമായ പിന്തുടർച്ച അവർക്കാണെന്ന് പറയുന്നു. ഇറ്റലി പറയുന്നു അവരാണ് ശരിക്കും റോമൻ സാമ്രാജ്യം. സ്പെയിനും ഫ്രാൻസും പറയുന്നുണ്ട് അവരാണ് ശരിക്കും റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നു. അതിൻ്റെ തുടർച്ച അവർ അവകാശപ്പെടുന്നുണ്ട്. ഒരു രീതി പറഞ്ഞാൽ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും റോമൻ സാമ്രാജ്യത്തിൻ്റെ പിന്തുടർച്ച ഉള്ളവരാണ്. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും റോമൻ സാമ്രാജ്യം തന്നെയാണ്, ഒരു കാലത്ത് റോമൻ സാമ്രാജ്യമായിരുന്നവയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. റോമൻ സാമ്രാജ്യത്തെ പോലെ ഭരണ സംവിധാനത്തിൽ ശക്തമായ മറ്റൊരു സാമ്രാജ്യം പിന്നീട് ഉണ്ടായിട്ടുമില്ല എന്നതും ഒരു ചരിത്ര സത്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനത്തെ സാമ്രാജ്യം റോമൻ സാമ്രാജ്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പടിഞ്ഞാറും കിഴക്കുമായിട്ട് റോമൻ സാമ്രാജ്യം ഏകദേശം 2000 വർഷങ്ങളാണ് നിലനിന്നത്. ലോക സംസ്കാരത്തെയും ഭാഷയെയും മതങ്ങളെയും വാസ്തുവിദ്യകളെയും എല്ലാം റോമൻ സാമ്രാജ്യം വളരെയധികം സ്വാധീനിച്ചിരുന്നു. എന്നാൽ അതൊരു ഏക മതാധിഷ്ഠിത
സാമ്രാജ്യം ആയിരുന്നില്ല. ഇതാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ വലിയൊരു പ്രത്യേകത. പിന്നീട് വന്ന സാമ്രാജ്യങ്ങളിൽ നിന്നുള്ള വലിയൊരു വ്യത്യാസം ഇതാണ്. റോമൻ സാമ്രാജ്യം ഒരു ഏക മതാധിഷ്ഠിത സാമ്രാജ്യം അല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിനുള്ളിൽ വ്യത്യസ്തമായ ഭാഷകളും വ്യത്യസ്തമായ സംസ്കാരങ്ങളും വ്യത്യസ്തമായ മതങ്ങളും ഉണ്ടായിരുന്നു. ആ മതങ്ങളിൽ വിശ്വസിക്കുവാനും ഭാഷകളെ സംസാരിക്കുവാനും സംസ്കാരമനുസരിച്ച് ജീവിക്കുവാനും റോമൻ സാമ്രാജ്യത്തിൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു സാധാരണഗതിയിൽ. എന്നാൽ കലാപങ്ങളോ അക്രമങ്ങളോ ഒക്കെ പുറപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ അതിനൊക്കെ വിലക്കുകളുണ്ടായിട്ടുണ്ട്. അത് ചില പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. റോമക്കാർക്ക് ശേഷം വന്ന ഒരു സാമ്രാജ്യമാണ് ഒട്ടോമൻ സാമ്രാജ്യം. ഒട്ടോമൻ സാമ്രാജ്യം തുർക്കിയിലെ ഗോത്രവർഗ്ഗക്കാരിൽ നിന്നും ആരംഭിച്ചതാണ്. ഇസ്ലാം മതാധിഷ്ഠിതമായ ഒരു സാമ്രാജ്യമായിരുന്നു. ഏക മതാധിഷ്ഠിതമായ ഒരു സാമ്രാജ്യമായിരുന്നു ഒട്ടോമൻ സാമ്രാജ്യം. അത് 600 വർഷങ്ങൾ മാത്രമേ നിലനിന്നുള്ളൂ. അതിന് റോമൻ സാമ്രാജ്യത്തെ മൊത്തമായി കീഴടക്കാൻ കഴിഞ്ഞതുമില്ല. റോമക്കാരുടെ മഹത്വം ഒട്ടോമൻ സാമ്രാജ്യത്തിന് ഇല്ലായിരുന്നു. എന്ന് മാത്രമല്ല, ഈ ഒട്ടോമൻ സാമ്രാജ്യം പോലും റോമൻ സാമ്രാജ്യത്തിൻ്റെ പിന്തുടർച്ചയാണെന്ന് അവർ തന്നെ അവകാശപ്പെട്ടിരുന്നു. കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ബൈസാന്റിയം പിടിച്ചടക്കിയപ്പോൾ ഒട്ടോമൻ സുൽത്താനായിരുന്ന മെഹ്ബത്ത് അദ്ദേഹം റോമൻ ചക്രവർത്തിയായ സീസറിൻ്റെ പിൻഗാമിയാണ് എന്ന് അവകാശപ്പെടുകയുണ്ടായി. ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. റോമൻ സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ബൈസാന്റിയം അല്ലെ കോൺസ്റ്റാന്റിനോപ്പിൾ ഒട്ടോമൻ സാമ്രാജ്യം പിടിച്ചടക്കി. അന്ന് പിടിച്ചടക്കിയപ്പോൾ അന്ന് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ സുൽത്താനായിരുന്നത് മെഹ്ബത്ത് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു പ്രസ്താവന അദ്ദേഹം സീസറിൻ്റെ പിൻഗാമിയാണ് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുകയാണ്, റോമൻ സാമ്രാജ്യത്തിൻ്റെ തുടർച്ചയാണ് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ സുൽത്താനും ആ സാമ്രാജ്യവും തന്നെ. ഇത് നമ്മളിവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. റോമൻ സാമ്രാജ്യത്തിൻ്റെ തുടർച്ച എങ്ങനെയെല്ലാം പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഒത്തുചേരൽ ചരിത്രത്തിൽ ഇനിയും ഉണ്ടായേക്കാം, ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. നമുക്കതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാം. അങ്ങനെ ഉണ്ടായാൽ തന്നെയും, അങ്ങനെ ഒത്തുചേരൽ ഉണ്ടായാൽ തന്നെയും പഴയതുപോലെയുള്ള ഇരുമ്പ് കാലുകൾ പ്രതിദാനം ചെയ്യുന്ന പോലെയുള്ള ഒരു സാമ്രാജ്യം വീണ്ടും ഉണ്ടാകുകയല്ല. അതിന് പകരമായി ഇരുമ്പും കളിമണ്ണും ചേർന്ന് ഇരിക്കുന്നത് പോലെയുള്ള ഒരു റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒത്തുചേരൽ ഇനിയും ഉണ്ടായേക്കാം. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ലോകം സമ്പൂർണ്ണമായി ഒന്നിക്കാതെ ചിഹ്ന ഭിന്നമായി കിടക്കും. ചിഹ്ന ഭിന്നമെന്ന് ഉദ്ദേശിക്കുന്നത് ഇരുമ്പും കളിമണ്ണും പോലെ അവർ ഒരുമിച്ച് നിൽക്കുമെങ്കിലും അവർ വിഭിന്നമായ അഭിപ്രായമുള്ളവരായിട്ട് തന്നെ യോജിപ്പില്ലാതെ തന്നെ നിൽക്കും. ഈ ചരിത്രത്തോടൊപ്പം നമ്മൾ ഒരു സത്യം കൂടി മനസ്സിലാക്കണം. റോമൻ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്ന ഇരുമ്പ് കാൽപാദത്തിലും നമ്മൾ കാണുന്നു. റോമൻ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്ന ഇരുമ്പ് ഈ കാൽപാദത്തിലും നമ്മൾ കാണുന്നുണ്ട്. അതായത് റോമൻ സാമ്രാജ്യം പുതുക്കപ്പെട്ട നിലയിൽ നമ്മൾ ജീവിക്കുന്ന ഈ അന്ത്യകാലത്തും ലോകത്തിൽ ഉണ്ടായിരിക്കും. റോമൻ സാമ്രാജ്യത്തിൻ്റെ അംശം, അതിൻ്റെ ഒരു ആത്മാവ് എന്ന് നമുക്ക് വിളിക്കാം. അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ സംസ്കാരമെന്നോ ഭരണ ക്രമീകരണമെന്നോ വിളിക്കും. ആത്മീയമായി റോമൻ സാമ്രാജ്യത്തിൻ്റെ ആത്മാവ്, റോമൻ സാമ്രാജ്യത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആത്മാവ് ഈ പുതുക്കപ്പെട്ടിരിക്കുന്ന ആധുനികമായ കാലഘട്ടത്തിലും ഉണ്ടായിരിക്കും. അതാണ് ഈ കാൽപാദത്തിൽ ഇരുമ്പ് കാണിക്കുന്നത്. അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനവും ഏറെ ശരിയാണ്. പുതുക്കപ്പെട്ട റോമൻ സാമ്രാജ്യത്തിൽ ഒന്നിലധികം രാജ്യങ്ങളും അവയ്ക്ക് ഓരോ ഭരണാധികാരികളും ഉണ്ടായിരിക്കും. ഈ രാജാക്കന്മാരുടെ കാലത്താണ് കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ലോകത്തിലെ എല്ലാ ഭരണ സംവിധാനങ്ങളെയും തകർത്ത് കളയുന്നത്. ആ കൈ തൊടാതെ കല്ലെന്ന് പറയുന്നതും ദൈവരാജ്യമാണ്. ലോകത്തിൻ്റെ അന്ത്യത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും. ആ അന്ത്യകാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായി പറയുന്നതിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് യൂറോപ്യൻ യൂണിയനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഇത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് ഉണ്ട്. എങ്കിലും യൂറോപ്യൻ യൂണിയനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതിങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ നിർബന്ധമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അന്ത്യകാലത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ ധാരാളം അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയനെക്കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ അല്പം മുമ്പ്
പോലെ ലോകത്തിൻ്റെ ഘടികാരം അഥവാ ക്ലോക്ക് ഇസ്രയേൽ രാജ്യമാണ്. ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് തന്നെ, അതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് തന്നെ ഇസ്രയേൽ രാജ്യമാണ്. പ്രത്യക്ഷത്തിൽ അവരെല്ലാവർക്കും ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്, പക്ഷേ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ലോകത്തിൻ്റെ ചരിത്രം മുന്നോട്ട് നീങ്ങുന്നത്. കാരണം ലോകത്തെയും അതിൻ്റെ ചരിത്രത്തെയും നിയന്ത്രിക്കുന്നത് യഹോവയായ ദൈവമാണ്. യേശുക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഇസ്രയേൽ രാജ്യം AD 70 സെപ്റ്റംബർ 8 റോമൻ ചക്രവർത്തിയായ വെസ്പേഷ്യൻ്റെ മകനായ ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ തകർക്കപ്പെട്ടു. അന്ന് ലക്ഷക്കണക്കിന് യഹൂദന്മാർ കൊല്ലപ്പെട്ടു. യെരുശലേമും ദൈവാലയവും പൂർണ്ണമായും തകർക്കപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം യഹൂദന്മാർ മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി. അതിനുശേഷം വളരെ വർഷങ്ങൾ ഇസ്രയേൽ എന്നൊരു രാജ്യം തന്നെ ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ സമയ സൂചിക അല്പകാലത്തേക്ക് നിന്നു പോയതുപോലെ നമുക്ക് ഈ കാലഘട്ടത്തിൽ തോന്നും. എന്നാൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒരു അത്ഭുതം സംഭവിച്ചു. 1948 മെയ് മാസം 14 ഇസ്രയേൽ വീണ്ടും ഒരു പരമാധികാര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ ഇസ്രയേൽ എന്ന് പറയുന്ന ഇന്നത്തെ രാജ്യം നിലവിൽ വന്നു. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ, അത് 1948 മെയ് മാസം 14 ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ റോമൻ സാമ്രാജ്യത്തിൻ്റെ നവീകരണം ഉണ്ടായി. അപ്പോൾ നോക്കി, ഇസ്രയേൽ എന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇസ്രയേൽ എന്ന രാജ്യത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ചരിത്ര സംഭവങ്ങൾ തിരിയുവാനായിട്ട് തുടങ്ങിയാണ്. 1950 മെയ് മാസം 9 ഫ്രാൻസിലെയും പടിഞ്ഞാറൻ ജർമ്മനിയിലെയും കൽക്കരിയുടെയും ഉരുക്കിൻ്റെയും നിർമ്മാണം ഏക ഉന്നത അധികാരത്തിന് കീഴിലാക്കിക്കൊണ്ട് ഫ്രാൻസിൻ്റെ വിദേശകാര്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ, 1950 മെയ് മാസം 9 ഫ്രാൻസിൻ്റെ വിദേശകാര്യമന്ത്രി ഒരു പ്രത്യേകമായ പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു. അതനുസരിച്ച് ഫ്രാൻസിൻ്റെയും പടിഞ്ഞാറൻ ജർമ്മനിയിലെയും കൽക്കരിയുടെയും ഉരുക്കിൻ്റെ നിർമ്മാണം ഒരു ഏക അധികാരിയുടെ കീഴിലാക്കി. അത് പറഞ്ഞു, അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട്. ഈ കൽക്കരിയുടെയും ഉരുക്കിൻ്റെയും പേരിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതിനെ സംയുക്തമായ ഒരു അധികാരിയുടെ കീഴിൽ ആക്കിയത്. അന്ന് തന്നെ, അതായത് 1950 മെയ് മാസം 9 തന്നെ 6 യൂറോപ്യൻ രാജ്യങ്ങൾ റോമ നഗരത്തിൽ ഒത്തുകൂടുകയും ട്രീറ്റി ഓഫ് റോം എന്നറിയപ്പെട്ട ഒരു സന്ധിയിൽ ഒപ്പിടുകയും ചെയ്തു. ഇതാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ഇന്നത്തെ സംവിധാനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ അന്നത് 1950 മെയ് മാസം 9 ട്രീറ്റി ഓഫ് റോം എന്ന് പറയുന്ന ഒരു കരാറിൽ 9 യൂറോപ്യൻ രാജ്യങ്ങൾ ഒപ്പുവെച്ചു. റോം നഗരത്തിൽ വെച്ചാണ് ഈ കരാറിൽ അവരെ ഒപ്പുവെച്ചത്. ഇത് ഒപ്പുവെച്ച കൂട്ടത്തിൽ ഉള്ള രാജ്യങ്ങൾ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്, ബെൽജിയം, ലക്സംബർഗ് എന്നിവ ആയിരുന്നു. ഇവരുടെ പ്രഥമ ഉദ്ദേശം ഈ സന്ധിയിൽ, അല്ലെങ്കിൽ ഈ ഒരു കരാറിൽ, ഈ ഒരു കൂട്ടുകെട്ടിൽ 10 യൂറോപ്യൻ രാജ്യങ്ങൾ ഉണ്ടാകണമെന്നായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. പിന്നീട് നമുക്കിത് ആവശ്യമുണ്ട്. 1951 ഏപ്രിൽ 18 യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി രൂപീകരിച്ചുകൊണ്ട് ട്രീറ്റി ഓഫ് പാരീസ് നിലവിൽ വന്നു. ഇതിൻ്റെ ഉദ്ദേശം യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ യുദ്ധമില്ലാതെയാക്കി ശാശ്വതമായ സമാധാനം സൃഷ്ടിക്കുക എന്നതായിരുന്നു. അംഗരാജ്യങ്ങളുടെ, അല്ലെങ്കിൽ അതിൽ അംഗമായിരിക്കുന്ന രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുക, അതും അവരുടെ ഒരു ലക്ഷ്യമായിരുന്നു. പിന്നീട് 1952 ജൂലൈയിൽ ഈ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നു. കൽക്കരി, ഇരുമ്പ്, അയിര് എന്നിവയുടെ സ്വതന്ത്ര വ്യാപാരം, യൂറോപ്യൻ യൂണിയനിലേക്കുള്ള സ്വതന്ത്ര വ്യാപാരം 1953 തുറന്നു. ഇതിനുശേഷം മറ്റു ചില ഉടമ്പടികളും ഉണ്ടായി. അങ്ങനെ ക്രമേണ യൂറോപ്യൻ യൂണിയന് ഒരു സ്വതന്ത്ര വ്യാപാര മേഖലയായിട്ട് മാറി. 1957 മാർച്ച് 25 മറ്റൊരു ഉടമ്പടി ഉണ്ടായി. അതിന് ട്രീറ്റി എസ്റ്റാബ്ലിഷിംഗ് ദ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്നായിരുന്നു അതിൻ്റെ പേര്. റോമിലെ ക്യാപിറ്റോളിൻ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇങ്ങനൊരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചത്. വീണ്ടും 1992 ഈ ഉടമ്പടിയുടെ പേര് മാറ്റി ട്രീറ്റി എസ്റ്റാബ്ലിഷിംഗ് ദ യൂറോപ്യൻ കമ്മ്യൂണിറ്റി എന്ന് മാത്രമാക്കി മാറ്റി. 2009 ട്രീറ്റി ഓൺ ദ ഫങ്ഷനിങ് ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ എന്നൊരു കരാർ നിലവിൽ വന്നു. അങ്ങനെ റോമൻ സാമ്രാജ്യം മറ്റൊരു രൂപത്തിൽ പുനർജനിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ കൂട്ടായ്മ 6 നിന്നും ക്രമേണ വളർന്നു.
10ാമത്തെ രാജ്യമായി ഗ്രീസ് ഈ കൂട്ടത്തിൽ ചേർന്നു. ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഇവരുടെ തുടക്കത്തിൽ തന്നെ ഈ കൂട്ടായ്മയ്ക്ക് 10 യൂറോപ്യൻ രാജ്യങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. അതിൽ 10ാമത്തെ രാജ്യം ഗ്രീസ് ആയിരുന്നു. എന്നാൽ പിന്നെയും അത് വളർന്നു, മറ്റു ചില രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നു, മറ്റു ചില രാജ്യങ്ങളെയും യൂറോപ്യൻ യൂണിയൻ ചേർത്തു. ഇന്ന് യൂറോപ്യൻ യൂണിയൻ എന്ന് വിളിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ 10ൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ട്. എന്നിരുന്നാലും യൂറോപ്യൻ യൂണിയൻ നെബൂഖദ്നേസർ രാജാവ് കണ്ട ബിംബത്തിൻ്റെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാൽപാദത്തോടെ ഒക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് കഴിയും. ഒന്നിച്ചു നിൽക്കുവാനും ഏക വ്യാപാര മേഖലയാകുവാനും യുദ്ധങ്ങൾ ഒഴിവാക്കുവാനും സാമ്പത്തികമായി വളരുവാനും ആഗ്രഹമുണ്ടെങ്കിലും യൂറോപ്യൻ യൂണിയനിൽ ആന്തരികമായിട്ടുള്ള അനേകമായ സംഘർഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. ഇത് ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള ആ സമ്മിശ്രമായ ഭരണ സംവിധാനത്തെയാണ് കാണിക്കുന്നത്. ഈ ഭരണ സംവിധാനത്തിൻ്റെ കാലഘട്ടത്തിൽ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലടിച്ച് സകല ലോക ഭരണ സംവിധാനത്തെയും തകർത്ത് കളയും. ചില പണ്ഡിതന്മാർ ഈ കല്ല് തകർക്കുന്നത് ബിംബത്തെ മൊത്തമായിട്ടാണ് എന്നൊരു വാദം ഉന്നയിക്കാറുണ്ട്. എന്നാൽ ബാബിലോൺ മുതൽ റോം വരെയുള്ള സാമ്രാജ്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് എന്നതിന് അതിൽ അർത്ഥമില്ല. എങ്കിലും അവിടെ വാദത്തിൽ ഒരു ആത്മീയമായ മർമ്മമുണ്ട്. എല്ലാ ലോക സാമ്രാജ്യങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഒരേ ആത്മാവാണ്. ഇസ്രായേലിന് എതിരായിട്ടുള്ള, ദൈവജനത്തിനെതിരായിട്ടുള്ള, ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായിട്ടുള്ള ഒരു ആത്മാവ്. ആ ആത്മാവാണ് ലോകത്തിലെ എല്ലാ സാമ്രാജ്യങ്ങളെയും, ബാബിലോൺ മുതൽ, ഒരുപക്ഷെ അതിനു മുമ്പായി അശൂർ സാമ്രാജ്യം മുതൽ, അതിന് മുമ്പും ചില സാമ്രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുമുതലുള്ള എല്ലാ ലോക സാമ്രാജ്യങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഒരേ ലോകത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. കൈ തൊടാതെ ഒരു കല്ല് പുറപ്പെട്ടു വരുന്നത് ഈ ആത്മാവ് സൃഷ്ടിക്കുന്ന ഭരണ സംവിധാനങ്ങളെ മുഴുവൻ തകർക്കുവാനായിട്ടാണ്, അതിനെ മുഴുവൻ ഇല്ലാതെയാക്കുവാനായിട്ടാണ് ദൈവരാജ്യം കടന്നു വരുന്നത്. അതായത് ബാബിലോൺ, മേദ്യ, പാർഷ്യ, ഗ്രീക്ക്, റോമൻ എന്നീ സാമ്രാജ്യങ്ങളുടെ മതവും സംസ്കാരവും ഐതിഹ്യങ്ങളും ഭരണ സംവിധാനങ്ങളും സാമ്പത്തിക ശാസ്ത്രവും രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളും എല്ലാം ഇപ്പോഴും ലോകത്തിൻ്റെ പല രാജ്യങ്ങളെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാമ്രാജ്യങ്ങൾ ലോകത്തിലുണ്ടായിരിക്കുന്ന സ്വാധീനം വലുതാണ്. ആ സ്വാധീനം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ആ സ്വാധീനം ഇപ്പോഴും പല രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൈ തൊടാതെയുള്ള കല്ല് പാഞ്ഞു വന്ന് തകർക്കുന്നത് ഈ മുഴുവൻ സാമ്രാജ്യത്തെ ഭരിച്ചിരുന്ന ആത്മാവിൻ്റെ ഭരണ സംവിധാനത്തെയാണ് എന്ന് നമുക്ക് പറയാം. ആ പറയുന്നതിൽ തെറ്റൊന്നും തന്നെ ഇല്ല. യോഹന്നാൻ്റെ ലേഖനത്തിൽ, 1-ാമത്തെ ലേഖനത്തിൽ 5-19 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ വാദഗതിയെ അംഗീകരിക്കുന്നതാണ്, അതിനെ സമ്മതിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിന് ശേഷം സമ്മിശ്രമായ ഒരു ഭരണ സംവിധാനം ലോകത്തിൽ നിലവിൽ വരുമെന്നും അതിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ തുടർച്ച ഉണ്ടായിരിക്കുമെന്നുമാണ് ദാനിയേൽ പറഞ്ഞത്. രാജ്യത്വം, ജനാധിപത്യം, മതാധിപത്യം, സൈനിക ഭരണം, ഏകാധിപത്യം എന്നിങ്ങനെയുള്ള പലവിധത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ കാലയളവിൽ തന്നെ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വരും. അത് ദൈവരാജ്യമായിരിക്കും. ഈ സകല ലോക ഭരണ സംവിധാനത്തെയും അത് തകർത്ത് കളയും.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.